മകുടം കണ്ടു. വിശാൽ ആദ്യമായിട്ട് രചനയും സംവിധാനവും നിർവഹിച്ച് വിശാൽ തന്നെ രണ്ട് നായകന്മാരായിട്ട് അഭിനയിച്ച പടമാണ്. സത്യത്തിൽ ഞാൻ ഇത് കാണാനായിട്ട് ഇരുന്നൊന്നുമല്ല കേട്ടോ. പക്ഷെ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു. OTT-യിലാണെങ്കിലൊന്നും കാണാനുമില്ല. പിന്നെ നോക്കിയപ്പോൾ ഈ പടം മാത്രമേ ഇനി കാണാത്തതായിട്ട് കോട്ടയത്തുള്ളൂ. ഇതിനാണെങ്കിൽ മൊത്തം മോശം റിവ്യൂസ് ആണ് ഓൾറെഡി വന്നിട്ടുള്ളത്. സോ എങ്കിലും ഒരു മലങ്കൾട്ടായിട്ട് ആസ്വദിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ബുക്കിംഗ് ആണെങ്കിൽ നോക്കിയപ്പോൾ ഒന്നുമില്ല, അതുകൊണ്ട് ഷോ നടക്കാൻ സാധ്യതയുമില്ല. സോ ചുമ്മാ സമയം കളയാൻ വേണ്ടി പോകാം, അതല്ലെങ്കിൽ ചുമ്മാ കറങ്ങിയിട്ടിങ്ങി വരാമെന്ന് വിചാരിച്ചു. ഒരു 35-40 മിനിറ്റ് ഒക്കെ എടുക്കും എന്റെ വീട്ടിൽ നിന്ന് കോട്ടയം വരെ, ഡിപ്പെൻസ് ഓൺ ട്രാഫിക്. ഞാൻ അതുകൊണ്ട് മനഃപൂർവ്വം പയ്യെ അരമണിക്കൂർ മുമ്പാണ് ഇറങ്ങിയത്, ഷോയ്ക്ക് അരമണിക്കൂർ മുമ്പ്. എന്നിട്ട് പയ്യെയാണ് സ്കൂട്ടറിൽ പോയത്. എന്നിട്ടും 2 മണിയായപ്പോൾ കൃത്യം കോട്ടയം ടൗണിലെത്തി. അല്ല, സാധാരണ കഞ്ഞിക്കുഴി മുഴുവൻ മുടിഞ്ഞ ട്രാഫിക്കാണ്. അവിടെ നിന്ന് പിന്നെ ഞാൻ മാക്സിമം ട്രാഫിക് ഉള്ള വഴി കൂടെ ടൗണിൽ കൂടി ഇങ്ങനെ പോയി. മനോരമ ജംഗ്ഷനൊക്കെ എത്തിയപ്പോൾ സാധാരണ അവിടെ ഒരു 60 സെക്കൻഡെങ്കിലും ട്രാഫിക്കിൽ നമ്മൾ പെട്ടുപോകും. ഇതിൽ കൃത്യം ചെന്നപ്പോഴേ പച്ചകത്തി. അങ്ങനെ ധന്യരമ്യയിലെത്തി. അപ്പൊ ഏകദേശം 2:07 എങ്ങാണ്ടായി. ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നപ്പോൾ ആരും കാണില്ല, ഷോ കാണില്ല എന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ അവിടെ ഒരു 4-5 പേര് നിൽക്കുന്നു. അവരെന്നെ കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, ഏതാ പടം? ഞാൻ പറഞ്ഞു മകുടം. ഉടനെ എല്ലാവരും ഭയങ്കര ആഹ്ലാദ പ്രകടനം. ഒരാളും കൂടെ വന്നു, എന്നാ പിന്നെ ഇനി ഷോ നടത്തിക്കൂടെ എന്ന്. എങ്ങനെ ഇരിക്കുന്നു? പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ പ്രപഞ്ചം പോലും അതിനിങ്ങനെ കൂട്ടു നിൽക്കും. അങ്ങനെ കണ്ടൊരു ചൊല്ലില്ലേ, ആ സംഭവം. എനിക്കെന്തായാലും എന്തോ സമയദോഷമുണ്ട്. അതോ ഇനി വല്ല ഓറയാണോ എന്നറിയത്തില്ല. ഈ ജാതകത്തിലും ജ്യോതിഷത്തിലും ഒന്നും എനിക്ക് അങ്ങനെ വിശ്വാസം ഇല്ലായിരുന്നു. ഇനിയിപ്പോ ജ്യോതിഷരത്നം പ്രിയാമണിയോടോ അമലാ പോളിനോടോ അല്ലെങ്കിൽ അപർണ ബാലമുരളിയോടോ ഒക്കെ പോയിട്ട് ഒന്ന് മഷിയിട്ട് നോക്കണം, എന്റെ ടൈമാണോ വിശാലിന്റെ ടൈമാണോ നല്ലതെന്ന്. എന്തായാലും വിശാലിന്റെ വികൃതം മകുടത്തെ കുറിച്ചാണ് ഇന്ന്. ഇതിന്റെ പ്ലോട്ട് പറഞ്ഞാൽ വളരെ ഫ്രഷ് ആണ്. ഡോൺ ആയിട്ടുള്ള തന്തപ്പടി ലിംഗ, അയാള് കാരണം അമ്മ മരിച്ചു. അതുകൊണ്ട് ആ ഒരു ദേഷ്യത്തിൽ മകൻ കൃപാകരൻ പുള്ളിൽ നിന്നും അകന്ന് മാറി ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. കൃപയ്ക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. പുള്ളി മെഡിക്കൽ റപ്പാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും സമാധാനമായിട്ടുള്ള ഒരു കുടുംബമൊക്കെയാണ്. അങ്ങനെ ഇരിക്കെ അവർ ഒരു കാർ മേടിക്കുന്നു. അതോടെ അയാളുടെ പിറകെ ഡോണിന്റെ ശത്രുക്കൾ വരുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് മകുടം എന്ന പടം പറയുന്നത്. ഇനി അങ്ങോട്ട് കട്ട സ്പോയിലേഴ്സ് ആണ്. അതുകൊണ്ട് ഈ പടം കണ്ടവർ അല്ലെങ്കിൽ കാണുകയേ ഇല്ല എന്ന് നിശ്ചയിച്ചവർ മാത്രം കാണുക. ഇതിൽ എല്ലാ പ്രശ്നത്തിനും മൂല കാരണം എന്താണെന്ന് വെച്ചാൽ അത് തന്തയുടെ ചന്തയാണ്. വള്ളിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. എന്നാൽ തന്തയുടെ ചന്ത ശരിക്കും തള്ളയുടെ ചന്തയാണ്. ഈ ചന്തക്കടിയിൽ കൂടെ ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കം ഒരു തുറമുഖമാക്കാം എന്നൊരു ചൈനക്കാരനൊരു ഐഡിയ തോന്നി. അതോടെ അയാളും വില്ലനും കൂടി ഈ ചന്ത സ്വന്തമാക്കാൻ വരുന്നതും ചന്തയുടെ സ്വന്തം തന്തയോട് ചന്ത തരുമോ എന്ന് ചോദിച്ചതും തന്ത തള്ളയോട് ചന്ത കൊടുത്താൽ എന്താ തൊന്തരവെന്ന് ചോദിച്ചപ്പോൾ മോന്ത കറുപ്പിച്ച് കൊടുക്കില്ലി ചന്തമുള്ള ചന്ത എന്റെ തന്തയെന്ന് തള്ള പറഞ്ഞതും തുടർന്നുണ്ടായ തൊന്തരവുമാണ് ഈ പടം. അതായത് ഈ ചന്ത കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായതെന്ന് ചുരുക്കം. എന്നിട്ട് ഇത് മുഴുവനും കൂടി ഒരു 3-4 ചാപ്റ്റർ ആക്കി അപ്പനെയും മകനെയും ഇവരുടെ 2 പേരുടെയും ഭാര്യമാരുടെയൊക്കെ കഥ കയറ്റി ബബിൾഗം പോലെ വലിച്ചു നീട്ടി 3 മണിക്കൂറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ സെക്കൻഡ് ഹാഫിൽ റൈസ് ഓഫ് ലിംഗ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതായത് നായികയുടെ പുറകെ നടന്ന് പുള്ളിക്ക് പ്രേമം തോന്നി നായികയെ കൊണ്ട് പ്രേമിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് അവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. ഇനി എന്തിന്റെ റൈസ് ആണ് ഉദ്ദേശിച്ചത്? ഈ നായകന്റെ പേരൊക്കെ വെച്ച് വല്ല ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ ബ്രില്യൻസ് ആണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഓർത്ത് പറയാൻ കൊള്ളാവുന്ന ഒരു സീൻ അത് ഇതിലില്ല. ലോകേഷും അധിക് രവിചന്ദ്രനും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഇതിൽ ഓൾഡ് സോങ് വിത്ത് ഫൈറ്റ്, അതും മുത്തുമണി മാല, നമ്മുടെ ഇളയരാജയുടെ കിടിലം പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതൊക്കെ എടുത്ത് വെച്ച് അതിനെ കൊളവാക്കിയ ഒരു ഫൈറ്റ് സീൻ. ഇനി അതും പോരാഞ്ഞിട്ട് ആന്റിമാരെ എല്ലാം കൂടെ വെച്ച് ലാസ്റ്റ് കത്തി കൊണ്ട് കുത്തുന്ന ഒരു കുത്ത് ഡാൻസ് വേറെ. പെർഫോമൻസിൽ വെറുപ്പിക്കൽ എന്ന് വെച്ചാൽ ഇതിൽ ഒറ്റ ഒരാൾ പോലും വെറുപ്പിക്കുന്നതിൽ നിന്നും പിന്മാറിയിട്ടില്ല. മത്സരമാണ്. വിശാൽ എത്രയോ നല്ല റോളുകൾ, നല്ല പടങ്ങളൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വെറുപ്പിക്കൽ പുള്ളി തന്നെയാണ്. പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാർ ഇങ്ങനെ മരിക്കുമ്പോൾ പുള്ളി കരയേണ്ടി വരുന്ന 2-3 സന്ദർഭങ്ങൾ ഈ പടത്തിലുണ്ട്. ആ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് മറ്റേ ഉദയനാണ് താരത്തിൽ മോഹൻലാൽ ശ്രീനിവാസന്റെ അഭിനയത്തെ കുറിച്ച് ഉപദേശിക്കുന്ന ഒരു സീനില്ലേ, റേപ്പ് ചെയ്യപ്പെട്ട സഹോദരിയുടെ മുമ്പിൽ പോയി നിന്ന് കരയുന്നത്, ഇങ്ങനെയാണോ അഭിനയം എന്ന് ചോദിക്കുന്നത്, അതാണ് ഓർമ്മ വന്നത്. ഇമോഷണൽ പോർഷൻസ് ഒക്കെ വൻ ശോകമാണ്, ബാക്കിയും ശോകമാണ്. ആദ്യം കാണിക്കുന്ന ഈ ഒരു മകൻ വിശാലിനെ കണ്ടു തന്നെ നമ്മൾ വെറുത്തിരിക്കുമ്പോഴാണ് ക്രിസ്മസ് അപ്പൂപ്പന്റെ താടി മേക്കപ്പ് ഒക്കെ ഇട്ട് തന്ത ലിംഗ വരുന്നത്. അപ്പന് പ്രായമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മറ്റേ അന്യന്റെ കൊങ്ങയ്ക്ക് പിടിച്ചതുപോലെ ശബ്ദത്തിൽ ഒരു ഓഞ്ഞ ഡയലോഗ് ഡെലിവറി വേറെ. തമ്പിരാമയൊക്കെ പിന്നെ മിക്ക പടങ്ങളിലും വെറുപ്പിക്കലാണെന്ന് നമുക്കറിയാം. അതുപോട്ടെ, നമ്മൾ കൂടുതലൊന്നും പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇതില് ജോൺ വിജയ് ആണ് അതിലും വെറുപ്പിക്കൽ. പുള്ളി കരയുന്ന ഒരു സീൻ കണ്ടപ്പോ മഴവിൽ കാവടിയില് ഇന്നസെന്റ് പറവൂർ ഭരതനോട് പറഞ്ഞൊരു ഡയലോഗില്ലേ, ഈ മീശ വെച്ച് കരയിലടാ, വെള്ളം വീണത് വീണ്ടും വളരും, അത് ഓർമ്മ വന്നു. നായികമാരിൽ അഞ്ജലി മരിച്ചു കിടന്ന് അഭിനയിച്ചിട്ടുണ്ട്. മരിച്ചിട്ട് പോലും നമുക്കൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ്. തുഷാര പിന്നെ കുറച്ചേ ഉള്ളൂ, അങ്ങനെ വെറുപ്പിച്ചില്ല കേട്ടോ. അബു സലിം ഇത്രയും വർഷമായിട്ടും സിനിമയിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നല്ല റോള് പുള്ളിക്ക് കിട്ടാത്തത് എന്നുള്ളത് നമുക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. ജയപ്രകാശ് പിന്നെ 2026-ലും അതുപോലെ തന്നെ 1991-ലും 60 വയസ്സ് തന്നെയുള്ള പ്രായമാകാത്ത ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്താ പൊങ്ങാത്ത ഒരു ഡബ്ബിംഗ്
എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് സാബു മോനും പടത്തിലുണ്ട്. ടെക്നിക്കലി ക്യാമറയൊക്കെ ഓക്കെയാണ്. എഡിറ്റർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എടുത്ത വിഷ്വൽസ് മുഴുവനും ഓരോ ക്ലിപ്സ് ഇങ്ങനെ ബാക്കി ഇട്ട് ഒറ്റ എണ്ണം മിസ്സാക്കാതെ പടത്തിൽ ഫുൾ ഉപയോഗിച്ചിട്ടുണ്ട്. പടത്തിൽ ആകെ കൊള്ളാവുന്ന അല്ലെങ്കിൽ റിലാക്സ് ആയിരുന്നത് ഒരു പാട്ട് മാത്രമാണ്. മറ്റേ നച്ചിന്തി മച്ചാനെ അഞ്ജലിയുടെ ഡാൻസ് ഉള്ള ഒരു പാട്ട്. ഈ പടത്തിലെ ആകെ ഒരു ടേക്ക് അവേ അതാണെന്ന് പറയാം. ആ പാട്ടാണെങ്കിൽ തന്നെ ജി പ്രകാശ് കുമാർ ഇതിനു വേണ്ടി സൃഷ്ടിച്ചൊന്നുമല്ല. മറ്റേ തെലുങ്ക് നാടൻ പാട്ടുണ്ടല്ലോ, ഓ പിള്ളകയക്കടേ, അതിന്റെ കോപ്പിയടി ഓർ സ്ട്രോങ് ഇൻസ്പിറേഷൻ ആണെന്ന് പറയാം. സോ ആകെ മ്യൂസിക് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം. മൊത്തത്തിൽ മാർക്ക് ആന്റണി, ഗുഡ് ബാഡ് അഗ്ലി ഇതൊക്കെ കണ്ടിട്ട് അതുപോലെ ഓവർ ദ ടോപ്പ് ഒരു ഐറ്റം ഇറക്കാമെന്ന് കരുതി വിശാൽ എടുത്തു വെച്ച ഒരു മാരക ദുരന്തമാണ് മകുടം. ഒരു മോശം കഥ എങ്ങനെ തല്ലിപ്പൊളിയായിട്ട് എടുക്കാം എന്നുള്ളതിന്റെ മകുടോദാഹരണം എന്ന് പറയാം. ബാഡ് അഗ്ലി ഷിറ്റ്, നെവർ റിപ്പീറ്റ് ഇറ്റ്.